എല്ലാവർക്കും കൃപാസ് ഹോം ടിപ്സിലേക്ക് സ്വാഗതം. നിങ്ങളെ ഒരു നെല്ലിക്ക അച്ചാറ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കിയാലോ. നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാം. നെല്ലിക്ക അച്ചാറിന് വേണ്ടി ഞാൻ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. 5 മിനിറ്റ് ആവിയില് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ആദ്യം വെച്ചിരിക്കുവാണ്. ശരിക്കും ആവി വന്നാ മതി കേട്ടോ. 12 പിരിയൻ മുളക്, സാദാ ഉണക്കമുളക് 12, ഒരു 1/2 കപ്പ് വെളുത്തുള്ളി, പിന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ ഈ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചു. കുക്കറിലിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് പോസ് ചെയ്തേക്കുവാണെന്ന്. അതുകൊണ്ട് സോറി കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു വേണം വേവിക്കാൻ. അടുപ്പിൽ വെച്ച് ഒരു സ്റ്റീം വരുത്താം. നന്നായി ആവി വന്നു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം കണ്ടോ, ഒരു 2 മിനിറ്റ് നമുക്ക് ഇത് തുറന്നു വെച്ച് ഒന്ന് വെക്കാം. അപ്പൊ അതിലെ വെള്ളമെല്ലാം വലിയുമ്പോ പിന്നെ നമുക്ക് തുടയ്ക്കാനൊന്നും പോകണ്ട. നന്നായി ഡ്രൈ ആയിട്ട് കിട്ടും. അതിനുവേണ്ടി കുക്കറിൽ വേവിച്ച മുളക് ഞാൻ അരച്ചുകൊണ്ട് വരാം. ഒരു പാൻ അടുപ്പിൽ വെച്ചു. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇനി നല്ലെണ്ണ ഇല്ല, വെളിച്ചെണ്ണയിൽ സാധാരണ അച്ചാർ ഉണ്ടാക്കാറില്ല. ഇനി സൺഫ്ലവർ ഓയിലാ ഉള്ളെങ്കിൽ അതിലും ചെയ്യാം. വെളിച്ചെണ്ണയിൽ വേഗം കേടാകും നമ്മുടെ അച്ചാർ. അത് തന്നെയല്ല, അച്ചാറിൻ്റെതായ രുചി വരണമെങ്കിൽ നല്ലെണ്ണ തന്നെ വേണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുക. കായപ്പൊടിയും 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നന്നായി വറുത്തെടുക്കണം. എന്തിനാണ് നമ്മൾ ആവിയിൽ പുഴുങ്ങി പിന്നെ ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കായവും മഞ്ഞളും ഒക്കെ ഒന്ന് പിടിച്ച് നല്ല ഒരു കേടാകാതിരിക്കാൻ ഏറ്റവും നല്ലൊരു പ്രയോഗമാണ്. പെട്ടെന്ന് കേടാകാതിരിക്കാൻ ഇതിലെ വെള്ളാംശം എല്ലാം പറ്റി ആ നെല്ലിക്കയ്ക്ക് ഒരു പ്രത്യേക മണവും ഗുണവും ഒക്കെ വരും. ഇത് നമുക്ക് ഈ അച്ചാർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ നെല്ലിക്ക എടുത്ത് തിന്നിട്ട് നിങ്ങൾ ആവിയിൽ പുഴുങ്ങി ഉണ്ടാക്കിയ നെല്ലിക്ക അച്ചാർ കൂട്ടി നോക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാതിരിക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും, കേടാകാതിരിക്കും, പിന്നെ കാണാനൊരു ഭംഗി കൂടുതലുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി ലീഫും കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും നമുക്ക് ഈ ഇതിലിട്ടിരിക്കുന്ന കറി ലീഫ് മൂത്ത് വരുമ്പം ഇത് മൂത്തെന്നുള്ളതാട്ടോ അതിന്റെ അർത്ഥം. നമ്മൾ ഈ നെല്ലിക്കയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിലിട്ടിരിക്കുന്ന ഒരു കരിയാപ്പില എടുത്ത് ചെയ്ത് നോക്കാം. ആയിട്ടില്ല, ഇച്ചിരിയും കൂടെ ആകണം. നമുക്കത് നല്ല പൊടിഞ്ഞു വരുന്ന പരുവമല്ല. അപ്പോഴാണ് നെല്ലിക്ക മൂപ്പിച്ചത് മതിയോ ഇല്ലയോ എന്നറിയുന്നത്. കണ്ടോ, ഇപ്പം നെല്ലിക്ക പാകമായി. കണ്ടോ, ഇതാണ് ഈ നെല്ലിക്ക എത്ര വറുക്കണം എന്നുള്ളത് അറിയാനുള്ള വഴി. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഉണ്ടോ നെല്ലിക്ക? നിങ്ങൾ കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഈ നെല്ലിക്കയ്ക്ക് ഒരു പ്രത്യേകത തോന്നുന്നില്ലേ? ഇതാണ് ഈ നെല്ലിക്ക ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം. ഇനി 1/2 കപ്പ് വെളുത്തുള്ളി നടുവേ പൊളന്നു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കൂടി ഇടുവാണേ. കുറച്ച് കാന്താരി ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എനിക്കുള്ളത് കൊണ്ട് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് എപ്പോഴും നന്നായി എണ്ണ വേണം. മണമൊക്കെ മാറി പതുക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറി ലീഫും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലെ കറി ലീഫൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് പൊടിച്ചു നോക്കാം. കണ്ടോ, ഇത് പാകമായി. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇടുക. ഞാൻ തീ ഓഫ് ചെയ്തേക്കുക കേട്ടോ. അരച്ചു വെച്ച മുളകും വെളുത്തുള്ളി ഉലുവ ഇതെല്ലാം കൂടി നമുക്ക് വരട്ടിയെടുക്കണം. തീ ഓഫാണ് കേട്ടോ.
അപ്പം ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം, ഈ അരപ്പ് വരട്ടാനാട്ടോ വെള്ളം ഒഴിക്കുന്നത്. നെല്ലി കത്തിക്കും കേട്ടോ. നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു നെല്ലിക്ക എടുത്ത് തിന്ന് നോക്കി, അപ്പോൾ ഉപ്പ് കുറവാണ്. അതുകൊണ്ട് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ആ ഉള്ളിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് മൂത്ത് വരാറായിക്കൊണ്ടിരിക്കുന്ന, എണ്ണ തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. കുറച്ച് നേരം കൂടി നമുക്ക് വഴട്ടുമ്പോഴാണ് അച്ചാർ കേടാകാതിരിക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിച്ചു കാണും ഉലുവ എന്തിനാ ഇങ്ങനെ അരയ്ക്കുന്നതെന്ന്. അതായത് നമ്മൾ നെല്ലിക്ക മുഴുവൻ നെല്ലിക്കയാണ്, നമ്മളത് പൊളക്കുന്നൊന്നുമില്ല. അപ്പോഴത്തേക്കും അതിനൊരു കൊഴുപ്പ്, അതിനൊരു ചാറ് വെറുതെ വെള്ളം പോലെ കിടക്കാതിരിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റിനും കൂടെയാണ് ഞാൻ ഉലുവയും മുളകും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ അരച്ച് ചേർത്തത്. ഇനി നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കിതിന് ഇച്ചിരി ചാറ് വേണമെന്ന് തോന്നുവാണെങ്കിൽ അല്പം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. പക്ഷെ ഫുള്ളിലേക്കല്ല, ചെറിയൊരു ബോട്ടിലിൽ നമുക്ക് സ്പൂൺ കടത്താൻ പറ്റുന്ന ചെറിയ ബോട്ടിലാക്കി, ഇനി ചാറ് വേണം അല്പം വെള്ളം ചേർത്ത്, വെള്ളം ഉപ്പോ എന്താ വേണ്ടതെന്ന് നോക്കി ശകലം ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ മുഴുവനിലേക്ക് ചേർത്താൽ നമ്മുടെ അച്ചാറ് വേഗം കേടാകും. അതുകൊണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പം ഞാൻ നല്ല ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിൽ ഞാൻ അച്ചാറുകളൊക്കെ ഇടുന്ന ബോട്ടിലാണ്. അപ്പം നന്നായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം അല്പം തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് കഴുകി ഉണക്കിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കാണെങ്കിലും നെല്ലിക്ക ഒരു ദിവസം ഒരു നെല്ലിക്കയെങ്കിലും കഴിക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ പച്ച നെല്ലിക്ക തന്നെ കഴിക്കണം എന്നില്ല. നമുക്ക് ഇങ്ങനെ പല വിധത്തിൽ നെല്ലിക്ക ജ്യൂസോ, വൈകുന്നേരം കുഞ്ഞുങ്ങൾ വരുമ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 4 നെല്ലിക്ക എടുത്തിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് ഇഷ്ടമാവുകയും ചെയ്യും, അവർക്കത് ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളെല്ലാവരും എന്നെ കാത്തിരിക്കുമെന്ന്